സാംസ്കാരിക ദേശീയതയുടെ വക്താക്കളായിട്ടുള്ള ആളുകൾ ഈ സഭയിലുമുണ്ട് സർ. ആ സാംസ്കാരിക ദേശീയത വക്താക്കളായിട്ടുള്ള BJP-ക്കാർ ഇപ്പോൾ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഭഗവാൻ ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് നിർമ്മിച്ച ശ്രീരാമക്ഷേത്രത്തിൽ ഭക്തർ നിക്ഷേപിച്ച നാണയത്തുട്ടുകൾ വരെ അടിച്ചു മാറ്റുന്ന നിലയിലേക്ക് ഈ രാജ്യത്ത് BJP പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് കോടാനുകോടി രൂപ സംഭാവന ചെയ്ത് ആ പണമൊന്നും ഇപ്പൊ കാണാനില്ല. അതെല്ലാം BJP-യുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നേതാക്കന്മാർ അവിടുന്ന് മോഷ്ടിച്ചെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഞാൻ നേരത്തെയും ഈ സഭയിൽ പറഞ്ഞിട്ടതാണ്, വിശ്വാസം എന്നുള്ളത് BJP-ക്ക് കേവലമായിട്ടുള്ള പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ ഇടതുപക്ഷവും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് പണം മോഷ്ടിച്ച BJP-യും തമ്മിൽ എന്ത് മാറ്റമാണുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ പത്മരാജന്റെ പഴയൊരു സിനിമയുണ്ട് മാഡം, സീസൺ എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ ഒടൂർ ഉണ്ണികൃഷ്ണൻ ഒരു മോഷ്ടാവാണ്. ജയിലിനകത്ത് വെച്ച് മോഹൻലാലിന്റെ കഥാപാത്രം, മോഷ്ടാവായിട്ടുള്ള ഒടൂർ ഉണ്ണികൃഷ്ണന്റെ കഥാപാത്രം തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് എന്ത് കുറ്റത്തിനാണ് ജയിൽ വന്നത്. അപ്പൊ പറയുന്നുണ്ട് വിഗ്രഹമോഷണത്തിനാണ്. പക്ഷേ ഈ മോഷ്ടാവായിട്ടുള്ള ഒടൂർ ഉണ്ണികൃഷ്ണന്റെ തിരുമേനി എന്ന കഥാപാത്രം മയക്കുമരുന്ന് കച്ചവടക്കാരെ നിശിതമായി വിമർശിക്കുമ്പോൾ മോഹൻലാലിന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് മയക്കുമരുന്ന് കച്ചവടം പോലെ തന്നെ മോശമല്ലേ വിഗ്രഹമോഷണവും? അപ്പൊ തിരുമേനി പറയാണ് ഭഗവാന്റെ വിഗ്രഹമല്ലേ, അത് മോഷ്ടിച്ചു എന്നൊക്കെ പറയാൻ പാടുണ്ടോ, അതൊരു കുറ്റമാണോ എന്ന് ചോദിക്കുക. അതുപോലെ ആ BJP-ക്കാർ ചോദിക്കുന്നത് ഭഗവാന്റെ പണല്ലേ, ഞങ്ങൾ മോഷ്ടിച്ച അതൊരു തെറ്റാണോ എന്നാണ് ഇപ്പൊ അയോധ്യയുടെ കാര്യത്തിൽ BJP-ക്കാർ ചോദിക്കുന്നത്. ഇതിന് മറുപടി പറയാൻ ദേശീയ പാർട്ടിയുടെ 3 അംഗങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. വാസ്തവത്തിൽ അവരെ തെരഞ്ഞെടുത്തയച്ച ആളുകളോട് അവർ ചെയ്യുന്ന അനീതിയാണ്. അവർ കോർഡിനേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഒരാൾ പോലും ഇപ്പോൾ സഭയിൽ ഇല്ലാത്തത്.